ഓം ഗം ഗണപതേ നമ. നാരായണാഖിൽ ഗുരു നമസ്തേ. ഓം നമ ശിവായ. ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വൈകുണ്ഠ ചതുർദശി. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് വൈകുണ്ഠ ചതുർദശി എന്നല്ലേ. അപ്പം നാളെ കാർത്തിക പൂർണിമയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാർത്തിക പൂർണിമ ഫുൾ മൂൺ അല്ലേ നാളെ. അപ്പോൾ കാർത്തിക പൂർണിമയ്ക്ക് മുന്നേ തലേ ദിവസം വരുന്ന വൈകുണ്ഠ ചതുർദശിയുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടായത് എന്താ തൊണ്ടയിൽ മാക്രി കയറിയ പോലത്തെ ഒരു സ്വരം അല്ലേ. എനിക്ക് എപ്പോഴും എൻ്റെ സ്വരം ശരിയായിട്ടില്ല, പക്ഷെ എന്നോട് ക്ഷമിക്കണം. എന്നാലും നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇന്ന് ശിവഭക്തർക്കും വിഷ്ണു ഭക്തർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വാരണാസിയിൽ, നമുക്കറിയാം വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രം വൈകുണ്ഠം പോലെ ആയിരിക്കും എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ദിവസമാണ് നമ്മുടെ മഹാവിഷ്ണു പരമശിവനെ 1000 താമരപ്പൂക്കൾ കൊണ്ട് സഹസ്രനാമങ്ങൾ ചൊല്ലി ആരാധിച്ചിട്ട് അതിൻ്റെ ഒരു കഥയുണ്ട്. അപ്പം അസുരന്മാരുടെ ശക്തി കൂടി വന്നു. അപ്പം അസുരന്മാരെ തോൽപ്പിക്കാനായിട്ട് ശക്തമായൊരു ആയുധം കൈക്കൊള്ളണമുണ്ട്. അപ്പം നമുക്കറിയാം അൾട്ടിമേറ്റ് ഡിസ്ട്രോയർ അല്ലേ. അൾട്ടിമേറ്റ് ഡിസ്ട്രോയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിവയാണ്. അപ്പം പരമശിവനെ ആരാധിച്ചിട്ട് ഇവിടെ ആരാണ് സുപ്പീരിയർ ആരാണ് ഇൻഫീരിയർ എന്നൊന്നും പറയുന്നില്ല. അതായത് മഹാവിഷ്ണു പരമശിവനെ ആരാധിച്ചുകൊണ്ട് പരമശിവനാണ് സുപ്പീരിയർ, പരമശിവൻ പ്രസാദിച്ചിട്ട് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പറയുന്നില്ലേ ഇപ്പം എല്ലാം പരബ്രഹ്മമാണ് എന്ന്. ഇപ്പം ആ ഒരു എന്ന് വെച്ചാൽ പരസ്പരം ബഹുമാനിച്ചിട്ട്, ഇറ്റ്സ് നോട്ട് ദ സുപ്പീരിയർ ഫോം, പരസ്പരം ബഹുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞ ഓരോ എനർജിയും സിമ്പിളൈസ് ചെയ്യുന്നതാണ് ഓരോ ഡയറ്റി. അപ്പം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണ് അല്ലേ. അപ്പം സൃഷ്ടിയുടെ ആ ഒരു ഇത് ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു, സ്ഥിതി മഹാവിഷ്ണു, സംഹാരം പരമശിവൻ. അപ്പം സംഹാരത്തിൻ്റെ അൾട്ടിമേറ്റ് ഡിസ്ട്രോയറിൻ്റെ അടുത്തുനിന്ന് ഒരു പവർഫുൾ വെപ്പൺ, ഒരു ആയുധം കൈക്കൊണ്ടിട്ട് അസുരന്മാരെ നശിപ്പിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു. അപ്പം നമ്മൾ വിചാരിക്കും ദൈവങ്ങൾ തമ്മിലാവുമ്പോഴത്തേക്കും ചെന്നങ്ങ് ചോദിച്ചാൽ മതി എന്നല്ലേ. അല്ല, നമ്മളിതെല്ലാം ഇങ്ങനെ കാണിച്ചു തരികയാണ്, ലൈക്ക് ഹൗ ടു ഇവോക്ക് ദ ഡിവൈൻ എനർജീസ്. അപ്പം നമ്മളെത്ര ആധ്യാത്മികമായിട്ട് പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മളിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക, ആ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു പവർ നമുക്ക് വേണം അല്ലേ. നമ്മളിത്രയും വ്രതങ്ങൾ അനുഷ്ഠിച്ചു, നമ്മളിത്രയും പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചു, ഇനി നമുക്ക് കുറച്ച് പവറുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മൾ ആ അനുഷ്ഠാനത്തിൻ്റെ ഒരു പവറുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ സിഗ്നിഫിക്കൻസും. ഈ ദിവസങ്ങൾക്കൊക്കെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ വെച്ചാൽ നമുക്കറിയാം ജ്യോതിഷപരമായിട്ട് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലൊരു ബന്ധമുണ്ടല്ലേ. പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് യൂണിവേഴ്സ്. ഹോൾ യൂണിവേഴ്സ് ഇസ് കണക്റ്റഡ് ടു അസ് ആൻഡ് ഹോൾ യൂണിവേഴ്സ് ഇസ് വിത്തിൻ അസ് എന്ന് പറയുന്ന കണക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളും പ്ലാനറ്റ്സും ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അല്ലേ, അൾട്ടിമേറ്റ്ലി ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ കൊണ്ടാണ് എല്ലാവരിലും ഉള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, വായുവിലുള്ളതും നമ്മളിലുള്ളതും ഒരു കെമിക്കൽ റിയാക്ഷനാണ് ബോഡിയിൽ നടക്കുന്നതും അല്ലേ. അപ്പം ഈ ഓരോ എലിമെൻറ്റ്സ് ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ സൂര്യനും ചന്ദ്രനും പ്ലാനറ്റ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ എലിമെൻറ്റ്സ് ഒക്കെ അവരിലുണ്ട്, നമ്മളിലും ഉണ്ട്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓരോ ദിവസവും അവർ ഓരോ പൊസിഷനിൽ നിൽക്കുന്നതനുസരിച്ചും നമ്മളുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുമ്പോൾ നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ആ ഒരു സ്പിരിച്വൽ എനർജീസ് ചില ദിവസം കൂടി നിൽക്കും, കുറഞ്ഞിരിക്കും. അതാണ് പണ്ടത്തെ ആൾക്കാർ തപസ്സനുഷ്ഠിച്ച് ആ ആത്മചൈതന്യം ഉണർത്തിയിട്ട് അവർ നമുക്ക് വേദങ്ങളിൽ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്നത് ചെയ്താൽ നല്ലതാണ്, ഇന്ന ദിവസം ഇന്ന രീതിയിൽ വേർഷിപ്പ് ചെയ്താൽ, ഇന്ന ഫോമിൽ വേർഷിപ്പ് ചെയ്താൽ, ഇന്ന ഡിവൈൻ എനർജീസ് ഇവോക്ക് ചെയ്താൽ നല്ലതാണ് എന്ന് നമുക്ക് അവരുടെ വിസ്ഡമാണ് നമ്മൾ പാലിക്കുന്നത്. അപ്പം അതുകൊണ്ട് കൾച്ചറൽ ഡിഫറൻസ് കുറച്ചുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലും ചതുർദശിയുടെ ആ ഒരു സിഗ്നിഫിക്കൻസ്. അവർ വാരണാസിയിൽ അരുണോദയ സ്നാനം പ്രഭാതത്തിൽ
മണികർണ ഘാട്ട് എന്ന പുണ്യ സ്ഥലത്ത് ആ ഒരു ഈ ഹോളി വാട്ടർ ഡിപ്പ്, പുണ്യ സ്നാനം, കാരണം വാട്ടർ കുറേ ഇംബൈബ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹങ്ങൾ വിചാരിക്കുമ്പോഴും അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ പൗർണമി ദിവസം നമ്മൾ പറയും, നമ്മൾ മൂൺ വാട്ടർ എന്ന് പറയും. പൗർണമി ദിവസം ഫുൾ മൂണിന് അടിയിൽ വെള്ളം വെച്ചിട്ട്, അപ്പോൾ നമ്മളുടെ തോട്ട്സ് പോലും, അപ്പോൾ വെള്ളം ആഗിരണം ചെയ്തെടുക്കും പ്രപഞ്ച ശക്തികളെ കുറേ. അപ്പം ഈ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയുടെ ആ ഒരു പെർട്ടിക്കുലർ അപ്പം ഏറ്റവും അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അരുണോദയ സ്നാനം വാരണാസിയിലെ മണികർണ ഘട്ടിൽ അത് ഭയങ്കര പുണ്യമാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ദിവസം വിഷ്ണു ഫോമിലും എനർജീസിനെ ആരാധിക്കും, മഹാവിഷ്ണു ഫോമിലും പരമശിവന്റെ ഫോമിലും നമ്മൾ ആരാധിക്കും. അപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലി തുടങ്ങാനും നല്ല. അപ്പം നമ്മൾ വിചാരിക്കും മഹാവിഷ്ണു ശിവസഹസ്രനാമം ചൊല്ലിയല്ലേ ഇതല്ലേ, അതെ. അപ്പം മഹാവിഷ്ണു ശിവസഹസ്രനാമം ചൊല്ലി സഹസ്രനാമത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതായി. അപ്പം ആ സ്റ്റോറി കേൾക്കേണ്ടവർക്ക് ഞാൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ടൈം ലൈൻ ചെയ്തിട്ട് കമൻറ്റിൽ ടൈം ലൈൻ ഇട്ടിട്ട് സ്റ്റോറി പറയാം. അപ്പം ആ സ്റ്റോറി മാത്രം ആ ടൈമിൽ കേൾക്കാമല്ലോ. അപ്പോൾ ഇത് കൂടാതെ ഈ വൈകുണ്ഠ ചതുർദശി പരമശിവൻ്റെയും മഹാവിഷ്ണുവിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈ ദിവസത്തിൽ ഈ ഇമ്പോർട്ടൻസ് കൂടാതെ എനിക്ക് നിങ്ങളെ വേറൊരു കാര്യം കൂടെ അറിയിക്കാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്, നിങ്ങളെല്ലാവരും ഇവിടുത്തെ ഈ ചാനലിൽ തിരുക്കല്യാണം, ശൂര പത്മാസുരനും മുരുക ഭഗവാനും തമ്മിലുള്ള യുദ്ധം അല്ലേ, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞതിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ട രേണുക മാമിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പറഞ്ഞ മനോഹരമായ കഥകൾ. അപ്പം ആ ശബ്ദത്തിൽ പോലെ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എല്ലാവർക്കും അതിമനോഹരമായ ശൂരപത്മാസുര യുദ്ധം, അതായത് നമ്മുടെ ഉള്ളിൽ ആ അസുരൻ്റെയും മുരുക ഭഗവാന്റെയും യുദ്ധകഥ അത്ര ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റിയതും, മാമിൻ്റെ സ്വരത്തിൽ കേൾക്കാൻ പറ്റിയതും, തിരുക്കല്യാണത്തിൻ്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റിയതും, അതിൻ്റെ 4ാമത്തെ ദിവസം എനിക്കെൻ്റെ ശബ്ദം നഷ്ടപ്പെട്ട് എന്താ പറയുക, അത് എൻ്റെ വോയിസിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നല്ല ചുമയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഹീലായി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ സ്വരത്തിൽ ഞാൻ ഇച്ചിരി റിസ്ക് എടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനലിലെ മെമ്പേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, നമ്മളുടെ ഫാമിലി, ഈ ചാനലിലെ ഫാമിലി മെമ്പേഴ്സ് നമ്മളിൽ പകുതി കൂടുതൽ വരും അല്ലേ, പകുതി കൂടുതൽ വരും അല്ല, ലൈക്ക് ഓൾമോസ്റ്റ് മിക്കവരും എന്നല്ല ഈ ചാനലിൽ എന്താ പറയുക, എനിക്കറിയത്തില്ല എക്സെപ്ഷൻസ് ഉണ്ടോ എന്ന്. രേണുക മാമിൻ്റെ സ്വരത്തിൻ്റെ ഫാൻസാണ് അല്ലേ. രേണുക മാമിൻ്റെ ആ ഭക്തിയും എൻ്റെ ഗുരുവാണ്, എൻ്റെ ഗുരുനാഥയാണ്. ഇനി നാരായണത്തിൻ്റെ ശരിക്കും ഡീറ്റെയിൽസ് അറിയുമ്പോഴത്തേക്കും നമുക്ക് മേൽപ്പത്തൂര് പോലും ഗുരുഭക്തിയാൽ എത്രമാത്രം വാതരോഗം പോലും തന്നിലോട്ട് സ്വാംശീകരിക്കുകയാണ് ചെയ്തത് ഗുരുവിന് വേണ്ടി. എന്നിട്ട് ആ വാതരോഗം മാറുവാനായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ദിവസം ഒരു കഥ ചെയ്യാം. ഞാനൊന്ന് വിചാരിച്ചിരുന്നു കുറച്ചുകൂടെ സൗണ്ടൊന്ന് ബെറ്റർ ആവട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ചുകൂടെ സുഗമമായിരിക്കും. അപ്പോൾ എന്തായാലും മേൽപ്പത്തൂര് നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുള്ള ശ്രീ മഹാഭാഗവതത്തിൽ രത്നചുരുക്കമായ 1034 ശ്ലോകങ്ങൾ, 100 ദശകങ്ങളിലെ, ദശകം എന്ന് പറയുമ്പോൾ 10. അപ്പോൾ അങ്ങനെ 100 ദിവസം കൊണ്ട് ആണ് അത് രചിച്ചിരിക്കുന്നത്. അപ്പം അത് പൂർണ്ണമായിട്ട് രചിച്ചു കഴിഞ്ഞപ്പം വാതരോഗം, അത് ആ 100 ദിവസം കഴിഞ്ഞപ്പോൾ വാതരോഗം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നാരായണീയം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ നമ്മൾ ശരിക്കും വലയത്തിൽ പെട്ട് കിടക്കുകയാണ് അല്ലേ. നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്ന എന്തിനാണെന്ന് പോലും നമ്മൾ മറന്നു പോയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ വിൽ ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ഓൾ അതർ തിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തിലോട്ടാണോ നമ്മളുടെ ഫോക്കസ് പോകുന്നു, നമ്മളങ്ങനെ മായയിൽ പെട്ട് അങ്ങ് ജീവിക്കുക. പക്ഷെ ഇതൊന്നും അല്ല പരമമായ സത്യം. നമ്മളെന്ന് പറയുന്ന ശരീരം പോലും അല്ല നമ്മൾ. അത് നമ്മുടെ ഈ ജന്മത്തിലെ പ്രാരാബ്ധ കർമ്മങ്ങൾ തീർക്കാൻ നമ്മളുടെ ആത്മാവ് കടമെടുത്തൊരു ശരീരം മാത്രമാണ് ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തി, ആ ഒരു പേര്, ആ ഒരു ശരീരം, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പോലും മായയാണ് അല്ലേ. ശരീരം, മനസ്സ്, ഇത് ഞാൻ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്. പക്ഷേ എല്ലാത്തിനും ഉപരിയായിട്ട് എന്നും നിലനിൽക്കുന്ന സത്വഗണം, ആ ഒരു പോസിറ്റീവ് എനർജി, ഈശ്വരൻ എന്നുള്ള ആ ഒരു ഈശ്വര ചൈതന്യം, ആ പരബ്രഹ്മത്തിലോട്ട് നമ്മളെ അടുപ്പിക്കുന്നത്. അപ്പോൾ അത് പല ഫോമിൽ
നമുക്ക് അതാണല്ലോ ഭഗവത്ഗീത വായിക്കുമ്പം ഏത് വഴിയും അവിടെ എത്താം അല്ലേ, കർമ്മയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ. അപ്പോൾ പൂന്താനം, മേൽപ്പത്തൂർ പോലുള്ള മഹത് വ്യക്തികളൊക്കെ ഭക്തിമാർഗത്തിലൂടെ, മേൽപ്പത്തൂർ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠനും കൂടെ ആയിരുന്നു. ഇപ്പം നമുക്ക് ഏത് വഴിയും ഈശ്വര സാക്ഷാത്കാരം നേടാം. രേണുക മാമിനെ പോലെയുള്ള വളരെ റെയർ ജെംസ് ഉണ്ട്. അതായത് ഭക്തി കൊണ്ടും എനിക്ക് എൻ്റെ മനസ്സിലിപ്പം ഒരു കൃഷ്ണഭക്ത എന്നൊരു വാക്ക് കേട്ടാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന രേണുക മാമിൻ്റെ രൂപം തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അതൊക്കെ എന്ത് കർമ്മം ചെയ്താലും, നമ്മളെല്ലാം ഗൃഹസ്ഥരാണല്ലേ, പക്ഷേ മാം ഡോക്ടറാണ്, ദിവസേന മാമിൻ്റെ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നാരായണീയം ഇപ്പം ഓരോ ശ്ലോകങ്ങൾ വീതം ഇടുന്നുണ്ട് മാമിൻ്റെ ചാനലിൽ. അതല്ലാണ്ട് തന്നെ മാം രാവിലെയും വൈകിട്ടും ആ നിത്യജപങ്ങളും ഇതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഒരു ഗൃഹസ്ഥയാണ്. ഭക്തിമാർഗത്തിലും ഞാൻ എപ്പോഴും പറയും സൂപ്പർ വുമൺ. ഒരു ഗുരുവിനെ ഞാൻ വെറുതെ പുകഴ്ത്തല്ല കേട്ടോ, ഉള്ള സത്യങ്ങൾ ഇത് പറയാണ്. ഏകാദശി വ്രതം ഒരു വിധത്തിൽ പറഞ്ഞ് ഞാൻ എടുക്കാൻ കാരണം പോലും, ഞാൻ ഏകാദശി വ്രതത്തിലോട്ട് എത്തിപ്പെടാൻ പോലും കാരണം രേണുക മാമാണ്. എനിക്ക് വേണ്ടി മാം വിജയ ഏകാദശി വ്രതം, അപ്പം എന്താ പറയുക, ആ ഒരു സാക്രിഫിഷ്യൽ നേച്ചറിൻ്റെയും ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും, എന്ത് ചെയ്താലും സർവം കൃഷ്ണാർപ്പിതമസ്തു എന്ന് പറയുന്ന പറച്ചിലിൽ മാത്രമല്ല, എന്ത് ചെയ്താലും. ഇപ്പോൾ നമ്മൾ മാമിൻ്റെ വീട്ടിൽ പോയാൽ ആഹാരം വെക്കുമ്പോൾ പോലും അത് ഭഗവാന് സമർപ്പിച്ചിട്ടേ കഴിക്കാറുള്ളൂ. ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ് മാം കഴിക്കുന്നത്. അത് ഒരു നിവേദ്യം കണക്ക് എല്ലാ ദിവസവും വെക്കല്ല, എന്തുണ്ടാക്കിയാലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ് കഴിക്കുന്നത്. അപ്പം ജീവിതം തന്നെ ഒരു തപസ്യായി മാറ്റിയ ചിലരുണ്ട് അല്ലേ. അതായത് നമ്മൾ അപ്പോൾ ചിലർ പറയും ഒരു ഡോക്ടറായിട്ടും ഇതായിട്ടും നമുക്ക് എങ്ങനെ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മം എന്ത് കർമ്മം ചെയ്താലും അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊക്കെ നാരായണീയം ഒരു പുസ്തക രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കാനും പഠിക്കാനും ഒരുപാട് സമയം എടുക്കുന്ന, അതല്ല അത്. പക്ഷേ രേണുക മാമിൻ്റെ മനോഹരമായ സ്വരത്തിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, മാമിൻ്റെ മനോഹരമായ സ്വരത്തിൽ വളരെ സ്പഷ്ടമായിട്ടും വളരെ സ്ഫുടതയോടും കൂടെ അത് റിസൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥവും വിവരിക്കുന്നുണ്ട്. അതും ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എല്ലാ ദിവസവും. അപ്പം ദശകം 1 ഒരുപാട് ശ്ലോകങ്ങൾ കുറച്ച് ദിവസമായി. ഞാനിത് ഡേ 1 തൊട്ടേ ഇടണം എന്ന് വിചാരിച്ചതാണ്, എല്ലാവരും അറിയിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ സ്വരത്തിൻ്റെ ഇതുകൊണ്ടും പിന്നെ എന്താ പറയുക, എനിക്ക് കുറച്ച് സമയപരിമിതികൾ കൊണ്ടും മറ്റു ചില കാര്യങ്ങളുണ്ടും. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നിരീക്കുന്ന സമയമല്ല ദൈവത്തിന് നിരീക്കുന്ന സമയമൊന്നും. അപ്പോൾ അതെനിക്ക് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നാണ് എനിക്കിത് നിങ്ങളെ അറിയിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിരിക്കാം. മാമിൻ്റെ അഖിലം മധുരം എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഞാൻ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. നാരായണീയം എല്ലാ ദിവസവും ഒരു ശ്ലോകം വീതം കേൾക്കുന്നത് നമ്മളെ മായയിൽ നിന്ന് അകറ്റി ഈശ്വരനിലോട്ട് കൂടുതൽ അടുപ്പിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ രോഗങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു വിധത്തിൽ നമ്മളുടെ ആ മായ നിബിഡമായ ഒരിതാണ് അല്ലേ. അപ്പോൾ മേൽപ്പത്തൂര് നാരായണീയം രചിച്ച് 100-ാം ദിവസം സുഖപ്പെട്ട ശ്രവണവും കലിയുഗത്തിൽ പാരായണത്തിന് തുല്യം എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ദിവസവും നമുക്ക് ഓരോരോ ശ്ലോകങ്ങൾ വീതം അല്ലേ, ചെറിയ ചെറിയ ഇത് വീതം നമുക്ക് ഡെയിലി നാരായണീയം കേട്ട് പഠിക്കാം. അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ കഥ പറയാം. എങ്ങനെയാണ് മഹാവിഷ്ണുവിന് പരമശിവൻ സുദർശന ചക്രം കൊടുക്കാനുണ്ടായ ആ വ്രതകഥ. അപ്പോൾ അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ അല്ലേ, സംഹാരമൂർത്തിയായ പരമശിവനോട് തന്നെ അസുരന്മാരെ സംഹരിക്കാനായിട്ടുള്ള ശക്തി, അസുരന്മാരെ സംഹരിക്കാനുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ വേണം, ഒരു ആയുധം വേണം എന്നുള്ള ഇതോടെ മഹാവിഷ്ണു എന്ത് ചെയ്തു, 1000 താമരപ്പൂക്കൾ കളക്ട് ചെയ്തിട്ട് ഓരോ താമരപ്പൂക്കളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് മഹാദേവൻ്റെ ഓരോ നാമങ്ങൾ, അതാണ് സഹസ്രനാമങ്ങൾ, 1000 1000. അപ്പോൾ ഓരോ നാമം ചൊല്ലുമ്പോഴും ഓരോ പൂക്കൾ വീത അർച്ചിക്കാനായിട്ട് തുടങ്ങി. അപ്പം നമുക്കറിയാം മഹാദേവൻ എന്ന് വെച്ചാൽ ഭക്തരെ അങ്ങ് പരീക്ഷിക്കും അല്ലേ. അപ്പം
ഭക്തരെ മാത്രമോ, പാർവതി ദേവീനെ എത്രമാത്രം പരീക്ഷിച്ചു. ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നമ്മളുടെ ആ ഒരു പ്യൂരിറ്റിയും നമ്മളുടെ ആ ഒരു ഭക്തിയുടെ ഇൻറ്റൻസിറ്റി എല്ലാതായിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് വാരിക്കോരി അങ്ങ് അനുഗ്രഹിക്കും. അങ്ങനെയാണ് മഹാദേവൻ അല്ലേ. അപ്പോൾ ശിവഭഗവാൻ എന്ത് ചെയ്തു, ഈ 1000 പൂക്കളിൽ ഒരെണ്ണം അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി അവസാനത്തെ ഇപ്പം അയ്യോ ഒരു പൂവ് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? പക്ഷേ ഇത് അവസാനിപ്പിക്കാനും പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അതിൻ്റേതായ രീതിയിൽ തന്നെ എൻഡ് ചെയ്യണം അല്ലേ. അതാ നമ്മൾ വ്രതം എടുക്കുമ്പോഴും ഈ ഇൻറ്റൻഷൻ വെക്കുമല്ലോ, ഇന്നതാണ് എൻ്റെ ഇൻറ്റൻഷൻ, ഞാൻ ഇങ്ങനെ ചെയ്യും. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അത് മാറ്റുന്നത് ശരിയല്ലല്ലോ. അതാ എസ്പെഷ്യലി നമ്മൾ കഠിന വ്രതമൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ജലപാനം പോലും കുടിക്കാതെയാണ് വ്രതം എടുക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളതങ്ങ് ഈ ആ ഒരു ഇൻറ്റൻഷൻ വെക്കുമ്പം സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതിന് പറ്റാത്തവരാണെങ്കിൽ ഇല്ല, ഞാൻ ഇന്ന് പാലും ഫ്രൂട്ട്സും ഒക്കെ മാത്രമാണ് കഴിക്കണത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വെള്ളം മാത്രം കുടിക്കും, അങ്ങനെ വിചാരിച്ചിട്ട്. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് കുഴപ്പമില്ല, ജലപാനം പോലും കഴിക്കില്ല എന്ന് ആദ്യം തന്നെ നിരൂപിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പാലം കഴിക്കാൻ ചെയ്യും, അങ്ങനെയല്ല. നമ്മൾ ഒരു ഇൻറ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഇൻറ്റൻഷനിലാണ്, അങ്ങനെയാണ് വ്രതം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം മഹാവിഷ്ണു ആ ഇൻറ്റൻഷൻ വെച്ചത് എന്താ, ഞാൻ 1000 പുഷ്പങ്ങളും അർപ്പിച്ചിട്ട് സഹസ്രനാമം ചൊല്ലുന്നു. അപ്പോൾ ഒരു പുഷ്പം നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അയ്യോ അത് കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം താമരപ്പൂവിൻ്റെ ഇതള് പോലുള്ള തൻ്റെ കണ്ണുകൾ, താമരപ്പൂവിൻ്റെ ഇതള് പോലെയാണ് മഹാവിഷ്ണുവിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നല്ലേ. അപ്പോൾ ആ കണ്ണുകൾ പറിച്ചിട്ട് പൂവിന് പകരം വെച്ച് അർപ്പിക്കാനായിട്ട് അങ്ങനെ കണ്ണ് പറിച്ചു വെച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ശിവഭഗവാൻ ഹാപ്പിയായി. അപ്പം അല്ലെ, സാക്രിഫൈസ് ആണ് ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. നമ്മളുടെ പ്രാർത്ഥനയെക്കാട്ടും ഏറ്റവും ഇഷ്ടം സാക്രിഫൈസ് ആണ്. സ്നേഹത്തോടെ ഭക്തിയോടെ നമ്മൾ എത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്നോ അത്രമാത്രം. കാരണം ആ ഒരു സാക്രിഫിഷ്യൽ എനർജിയാണ്, ബിക്കോസ് ഹീ ഹിംസെൽഫ് എംബോഡീസ് ദറ്റ് സാക്രിഫിഷ്യൽ എനർജി. നമ്മൾക്ക് വേണ്ടി ആ ഹാലാഹാല വിഷം അത് കുടിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ആ ഒരു എന്താ പറയുക, ആ ഒരു സാക്രിഫൈഷ്യൽ നേച്ചറിൻ്റെ എംബോഡിമെൻ്റ് ആണ് ശിവഭഗവാൻ. അപ്പോൾ നമ്മളിലും ആ ഒരു അംശം, സാക്രിഫിഷ്യൽ അംശം ഉണ്ടെങ്കിൽ ശിവഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും, ഭയങ്കര ഇഷ്ടമാവും. അപ്പം ഈ സാക്രിഫിഷ്യൽ നേച്ചർ കണ്ടപ്പോഴത്തേക്കും പ്രസാദിച്ചിട്ട് സുദർശന ചക്രം കൊടുത്തു. എന്നിട്ട് പരമശിവനല്ലേ കണ്ണും തിരിച്ചു കൊടുത്തു അതായിട്ട്. അങ്ങനെയാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷ്ണു ഭക്തർക്കും ശിവഭക്തർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഡേ ആണ്. അപ്പം ഇന്നത്തെ ദിവസം ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി തുടങ്ങാൻ നല്ലതാണ്. ശരിക്കും വേദിക് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന, പുരാണങ്ങളിൽ പറയുന്നത് വെച്ചിട്ട് ഇന്നത്തെ ദിവസം അർദ്ധരാത്രിയാണ് വിഷ്ണു ഭക്തർ പൂജ ചെയ്യേണ്ടതും, എന്നാൽ ശിവഭക്തർ സൂര്യോദയ സമയത്തും, അത് സൂര്യോദയ സ്നാനം. നമുക്കിപ്പോൾ പുണ്യസ്ഥലത്ത് പോയിട്ട് സ്നാനം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെങ്കിലും അത് രാവിലെ കുളിക്കുക. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്നത് 8 മണിക്കോ 9 മണിക്കോ ആണെങ്കിൽ പേടിക്കണ്ട. ആ സമയനിബിഡം ആയിട്ട് ചെയ്തില്ലെങ്കിലും നമ്മളുടെ മനസ്സിൽ ആ ഒരു ഭക്തി അല്ലേ, നമ്മളുടെ ബിയോണ്ട് ലിമിറ്റേഷൻ, നമ്മളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ നമ്മളുടെ മനസ്സാണ്. എല്ലാ റിച്വൽസിനെക്കാട്ടും അല്ലേ. നമ്മളിപ്പം ഇന്ത്യയിലില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് കേരളത്തിൽ തന്നെ അമ്പലത്തിലൊക്കെ പോകാൻ ഭാഗ്യമുള്ളവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ അല്ലേ, നമ്മൾ കണ്ണടച്ച് നമ്മൾ ലാസ്റ്റ് പോയ അമ്പലം ഏതാ, നമ്മളെ മനസ്സിൽ സ്പർശിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതങ്ങനെ റിവൈൻഡ് ചെയ്താൽ മതി. നമ്മൾ ശരിക്കും അവിടെ നമ്മുടെ മനസ്സുകൊണ്ട് അവിടെ എത്തിച്ചേരും. നമ്മളവിടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്നു, ഭഗവാന്റെ സ്വരൂപത്തെ ഇങ്ങനെ ഭഗവാനെ അതിൽ ഞാനങ്ങ് അലിഞ്ഞു ചേരണേന്ന് വിചാരിക്കണു. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഞാൻ പറയാം. അപ്പം നമ്മളങ്ങനെ ആ ഒരു നിറവ്, ആ ഒരു അങ്ങനെ തൊഴിൽ നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് മാനസ പൂജ ചെയ്യാം, മനസ്സുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം എത്തിപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഭക്തിപൂർണമായിട്ടുള്ള ഒരു ദിവസം. ഇന്നത്തെ ദിവസം പറ്റുന്ന അത്രയും ഓം നമോ നാരായണായ ജപിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമ ശിവായ. അപ്പോൾ ഇന്ന് ആ ഒരു 2 എനർജീസും ഈക്വലി നമ്മൾ എവേക്കൻ ചെയ്യുന്ന ആ ദിവസമാണ്. എല്ലാവർക്കും ശുഭദിനം.